പ്രിയപ്പെട്ടവരെ നമസ്കാരം, വലിയ സ്നേഹ നമസ്കാരം. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന്, പ്രത്യേകിച്ച് ഫേസ്ബുക്ക്, യൂട്യൂബ് 2 പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് എങ്ങനെ വരുമാനമുണ്ടാക്കാം എന്നുള്ള രീതിയിൽ ഒരു ട്രെയിനിങ് കൊടുത്തു വരികയാണ് നമ്മൾ. അത് ഇതിനു മുൻപ് തന്നെ നമ്മുടെ പ്രൊഫൈലുകളിലൂടെയും പേജുകളിലൂടെയും ചാനലുകളിലൂടെയും ഒക്കെ നമ്മളത് പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ നൂറുകണക്കിന് ആളുകളാണ് അത്തരത്തിൽ ട്രെയിനിങ്ങിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ അതിന്റെ ഫസ്റ്റ് ബാച്ച് കണ്ണൂർ ജില്ലയിൽ ആരംഭിച്ചത്. കണ്ണൂർ ജില്ലയിൽ കതിരൂരിൽ വെച്ചാണ് ആ ട്രെയിനിങ് നടന്നത്. കതിരൂരിൽ മർച്ചന്റ് അസോസിയേഷന്റെ, അതായത് വ്യാപാര ഭവന്റെ ഹാളിൽ വെച്ചാണ് നടന്നത്. 9 പേരാണ് അതിൽ പങ്കെടുത്തത്. നമ്മളുടെ ബാച്ചിൽ മാക്സിമം നമ്മൾക്ക് ഉൾപ്പെടുത്താനാവുക 9 പേരെ മാത്രമാണ്. മാക്സിമം ആണ്, അതിന്റെ മുകളിലേക്ക് ഒന്നും പറ്റില്ല. ശരിക്കും 6നും 8നും ഇടയിൽ തന്നെയാണ് വേണ്ടത്. 9 എന്നുള്ളത് മാക്സിമം സംഖ്യ തന്നെയാണ്. കാരണം ഓരോ വ്യക്തികളെയും നമ്മൾ വ്യക്തിപരമായി തന്നെ പ്രാക്ടിക്കലായിട്ട് പരിശീലിപ്പിച്ചുകൊണ്ട് തന്നെ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള ഈ സമയത്തിനിടയ്ക്ക് അവരെ 60% ഇതിൽ എല്ലാത്തിൻ്റെയും പ്രാപ്തരാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു ട്രെയിനിങ്ങിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ 16-ാം തീയതി നടന്ന കണ്ണൂരിൽ നടന്ന ട്രെയിനിങ് അതിഗംഭീരമായി തന്നെ വിജയകരമായി തന്നെ പൂർത്തീകരിച്ചു. ഇന്ന് അവരുടെ ബാക്കി 40% പ്രാക്ടിക്കലായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ഈ 1 ഡേ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ 60% മാത്രമേ നമുക്ക് അതിനെ കൊണ്ട് പൂർത്തീകരിക്കാനാവുകയുള്ളൂ. ബാക്കി 40% എന്താണ് എന്നൊരു സംശയം അപ്പോൾ നിങ്ങൾക്ക് വരും. മറ്റൊന്നല്ല, നമ്മൾ നിങ്ങളെ പ്രാപ്തരാക്കിയിട്ടുള്ള ഈ പരിശീലനം നിങ്ങൾ സ്വയം വീട്ടിൽ വെച്ച് ചെയ്യുന്ന സമയത്ത് വരുന്ന സംശയങ്ങളാണ് ബാക്കി വരുന്ന 40%. അങ്ങനെ ആ 40%-ന് നിങ്ങൾക്ക് ആജീവനാന്ത സർവീസ് തന്നെയാണ്, പരിശീലനം തന്നെയാണ് നമ്മൾ തന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇത് ഒരു ദിവസത്തെ കളരി കൊണ്ട്, ഒരു ദിവസത്തെ പരിശീലനം കൊണ്ട് തീരുന്ന ഒന്നല്ല. ആജീവനാന്തം നിങ്ങൾക്ക് ഇതിൽ വരുന്ന അപ്ഡേഷനുകളും നിങ്ങൾക്ക് വരുന്ന ഒട്ടേറെ സംശയങ്ങൾ ഇതൊക്കെ ദൂരീകരിച്ചുകൊണ്ട് തന്നെ എല്ലാ സമയവും നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ടീമാണ് നമ്മുടെ ഈ ഒരു പരിശീലന കളരി ചെയ്യുന്നത്. ഇനി അടുത്ത ബാച്ച് നമ്മൾ 22-ാം തീയതി ശനിയാഴ്ച തൃശ്ശൂരിൽ വെച്ച് നടത്താൻ പോവുകയാണ്. 30-ാം തീയതി മലപ്പുറത്ത് വെച്ച് നടത്താൻ പോവുകയാണ്. ഇത്തരത്തിൽ 3 ബാച്ചുകളുടെ ഷെഡ്യൂൾ ഇപ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ട്. നോക്കൂ, കണ്ണൂരിൽ നടന്ന ആ ബാച്ചിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്തെന്നറിയാമോ? പ്രജു എന്ന് പറയുന്ന ഒരു യുവാവ് അവിടെ വന്നിരുന്നു. ഈ പ്രജുവിന്റെ പ്രത്യേകത എടുത്തു പറയേണ്ടതുണ്ട്. പ്രജുവിന് 2 കണ്ണും കാണില്ല. പ്രജുവിന്റെ 2 സഹോദരിമാർക്കും ഇതേ അസുഖം തന്നെയാണ്, കണ്ണ് പൂർണ്ണമായിട്ടും കാണില്ല. അത്തരത്തിലുള്ള ഒരു കുടുംബത്തിൽ നിന്ന് കണ്ണ് കാണാത്ത പ്രജു ഈ കതിരൂരിൽ നമ്മുടെ ബാച്ചിലേക്ക് എത്തിപ്പെടുന്നു. അപ്പോൾ എനിക്ക് സംശയമുണ്ടായിരുന്നു, എന്തായിരിക്കും പ്രജുവിനെ ഈ ഒരു പരിശീലനത്തിൽ നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റുമെന്ന് സംശയമുണ്ടായിരുന്നു. പക്ഷേ നമ്മൾക്കറിയാം, നമ്മളുടെ കൂട്ടത്തിലുള്ള ആളുകളുടെ സഹകരണത്തോടു കൂടി തന്നെ നമ്മളിൽ തളർന്നിരിക്കുന്ന ഒരാളെ കൈ പിടിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മോടൊപ്പം എത്തിക്കുക, ഉയർത്തിപ്പിടിച്ച് കൊണ്ടുവരിക എന്നുള്ളതിന്റെ ദൃക്സാക്ഷ്യം കൂടിയായിരുന്നു അന്ന് കണ്ടത്. 2 കണ്ണ് കാണാത്ത പ്രജുവിന് പോലും ഈ ട്രെയിനിങ്ങിൽ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ഉച്ചവരെ മാത്രമേ അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റിയുള്ളൂ, കാരണം അദ്ദേഹത്തിന്റെ വീട് കുറച്ച് ദൂരെയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് കണ്ണ് കാണാത്തത് കൊണ്ട് തന്നെ അവിടേക്ക് ഒറ്റയ്ക്ക് എത്തിപ്പെടുക എന്നുള്ളത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഉച്ചവരെ അദ്ദേഹം ഇരുന്നുള്ളൂ. ഭക്ഷണം കഴിച്ച് അദ്ദേഹം യാത്രയായി. അദ്ദേഹത്തിന്റെ ബാക്കി കുറച്ച് ഭാഗങ്ങൾ നമ്മുടെ ട്രെയിനിങ്ങിൽ അദ്ദേഹത്തിന്റെ വീടുമായി ബന്ധപ്പെട്ട് അടുത്തിരിക്കുന്ന ഒരു സഹോദരിയെ തന്നെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു ഡോക്ടറായിട്ടുള്ള നമ്മുടെ ഒരു സഹോദരിയാണ്. അവരത് ഡീൽ ചെയ്യാൻ വേണ്ടിയുള്ള ബാക്കി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് ദൂരം ഒരുപാടുള്ളത് കൊണ്ട് ഇവിടെ നിന്ന് എത്തിപ്പെടുക വൈകിട്ട് 6 മണിയോ കഴിഞ്ഞിട്ട് പോകുമ്പോൾ ബുദ്ധിമുട്ടാകും എന്നുള്ളത് കൊണ്ടാണ് നേരത്തെ പറഞ്ഞു വിട്ടത്. എന്തായാലും പ്രജു പറയുന്ന കുറച്ച് വാക്കുകളുണ്ട്, അത് ഞാൻ ഇവിടെ കേൾപ്പിക്കാം. അതാണ് ഇതിന്റെ ഏറ്റവും അഭിമാനപൂർവകരമായിട്ടുള്ള ഒരു നിമിഷം. മറ്റുള്ള ഒരുപാട് ആളുകളുടെ ഈ കോഴ്സ് കഴിഞ്ഞ 9-ൽ ബാക്കി 8 പേരുടെ എക്സ്പീരിയൻസുകളൊക്കെ അവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരാളുടെ എക്സ്പീരിയൻസ് നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ അത് വെച്ചുകൊണ്ട് ഒരു ബിസിനസ് ആയിക്കൊണ്ട് ഒരുപാട് ആളുകളെ ക്ഷണിക്കുക എന്നുള്ളത് അത് അവരെ ചൂഷണം ചെയ്യുന്നതിന് തുല്യമാണ്. അത്തരത്തിലുള്ള ഒരു ചൂഷണത്തിനും നമ്മളുടെ ഈ കോഴ്സിലേക്ക് അത്തരത്തിലുള്ള ആളുകൾ ചൂഷണത്തിലൂടെ വരേണ്ട ആവശ്യവുമില്ല. കാരണം ആവശ്യക്കാർ മാത്രം എത്തിയാൽ മതി. അത്ര കണ്ട് എന്നെ സംബന്ധിച്ച് ഇത്തരത്തിൽ കഠിനമായിട്ടുള്ള ട്രെയിനിങ് ആണ് അവർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് ആളുകൾ വന്നാൽ നമുക്ക് ഡീൽ ചെയ്യാനും പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ 16-ാം തീയതി നമ്മുടെ ഒരു ബാച്ച് കഴിഞ്ഞു. ഇനി അടുത്തത് ഈ വരുന്ന 22-ാം തീയതി തൃശ്ശൂരിൽ നടക്കുന്നു. 30-ാം തീയതി മലപ്പുറത്ത് നടക്കുന്നു. അടുത്ത ബാച്ച് വീണ്ടും നമ്മൾ പ്രഖ്യാപിക്കും. ഇത് രണ്ടും ഏകദേശം കഴിയുന്നതോടുകൂടി. അത്തരത്തിൽ പ്രജുവിന്റെ വാക്കുകളൊന്ന് കേട്ടിട്ട് വരാം നമ്മൾക്ക്. എല്ലാവർക്കും നമസ്കാരം. എന്തായിട്ടും ഞാൻ പ്രജുവാണ്. അപ്പോൾ ഇന്നലത്തെ ക്ലാസ് ഞങ്ങൾ അറ്റൻഡ് ചെയ്തു. വളരെ 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 സന്തോഷപൂർവ്വം തന്നെ നല്ലൊരു എൻജോയ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ആ ബൈജുവേട്ടൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള ആ ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ, നല്ല എന്താണെന്നറിയോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതാണ് നല്ല ക്ലാസ് എൻജോയ് ചെയ്ത്. ഞാൻ
ഞാൻ പിന്നീട് എനിക്ക് സത്യം പറഞ്ഞാൽ കൂടെ അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് പോകാനായിട്ട് പിന്നെ ചെറിയ ചെറിയ പ്രോബ്ലംസ് നമ്മുടെ ഫോണ് ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണത്. എന്തായാലും എങ്കിലും കൂടി എനിക്ക് ബജുവാന്റെ ആ ഒരു എന്താ എനർജറ്റിക് ആയിട്ടുള്ള ക്ലാസ് എന്ന് പറയുക, ഒരു ബോറിങ് സംഭവം എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു ബോറിംഗ് ഇല്ല. ഭയങ്കര ഞാൻ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു വിഷയം ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് എന്താ പറയാ, മൂവ് ചെയ്യാൻ കുറച്ചൊരു പ്രയാസം എന്തായാലും. പക്ഷെ എങ്കിൽ കൂടി ഇപ്പൊ എന്താ ഈ ഒരു ക്ലാസ് ശരിക്കും കേട്ടതിന് ശേഷം നമുക്ക് എന്തായാലും പിന്നീടെങ്കിലും നമുക്കൊരു ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് സത്യം പറഞ്ഞാൽ ആ ബൈജുവാറിന്റെ വാക്കുകളിലൂടെ ആ ഒരു എന്താ പറയാ, എൻജോയ് ദ ക്ലാസ്, അതാണ് ഭയങ്കര ആസ്വദിച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലാസ്സിന് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആ ഉള്ള സമയം എനിക്ക് പിന്നെ നൈറ്റ് ലേറ്റ് ആവും, ഞാൻ വീട്ടിൽ എന്തായിട്ടും അത് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചുകൂടി നേരത്തെ പിന്നീടായാലും എനിക്കിത് എന്തായിട്ടും ഞാൻ അവിടെ ഇരുന്ന് കേൾക്കുകയായി ചെയ്യാം. പിന്നീട് നമുക്കത് എന്തായിട്ട് ഇവര് ആരെങ്കിലും ആയിട്ട് ഇപ്പം നോക്കാം, നമുക്ക് ചർച്ച പിടിക്കാമല്ലോ, എന്തായിട്ടും നമുക്ക് നോക്കാം. നന്നായിട്ട് എനിക്ക് കഴിയുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് എന്തായിട്ടും. അപ്പോ ഞാൻ എന്താ പറയാ, എക്സ്പീരിയൻസ് എനിക്ക് ഒന്നും പറയാനില്ല. എനിക്ക് ഭയങ്കര സന്തോഷം, സാറ്റിസ്ഫാക്ഷൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിൽ തന്നെ. എന്താണെന്നറിയോ, ക്ലാസ്സിനെ പറ്റിയിട്ട് ബജുവാന്റെ ആ നിഷ്കളങ്കമായ ഒരു നമ്മളോടുള്ള ആ ഒരു എന്നോടൊക്കെയുള്ള ആ ഒരു പെരുമാറ്റം, ആ ഒരു നല്ലൊരു കമ്മിറ്റ്മെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിനെ ഇഷ്ടപ്പെട്ടു. ആ ഒരു ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തന്നെയായിരുന്നു ആ ക്ലാസ്. അപ്പോഴേ എന്തായാലും ഇനിയുള്ള കാലയളവിൽ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. നന്നായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ കഴിയാതൊന്നുമില്ല. ഞാനൊരു പ്രാണിക് ഹീലറാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണിക് ഹീലിംഗ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. പിന്നെ ഹിപ്നോട്ടൈസ് ഒക്കെ തന്നെ, ഹിപ്നോട്ടൈസിൻ്റെ റിഫ്ലക്സോളജി ഇതൊക്കെ പഠിച്ചതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ റൈക്കി എന്ന 2 ഡിഗ്രി അത് കഴിഞ്ഞാണ് റൈക്കി ഹീലറാണ്. അങ്ങനെയൊക്കെ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അപ്പോൾ ഇതിലൂടെയൊക്കെ എന്തായിട്ടും എൻ്റെ പേഴ്സണലി എനിക്ക് കണ്ണിന് വേണ്ടിയിട്ട് എനിക്ക് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കാഴ്ച ഇപ്പം നന്നായിട്ട് ഡെവലപ്പായിട്ട് പെട്ടെന്ന് എനിക്ക് കിട്ടും. നല്ല ഒരു കൂടുതലായി ഇങ്ങനെ മെച്ചപ്പെട്ട് വരുന്നുണ്ട്. ന്യൂസെല്ലാം ഇങ്ങനെ കാഴ്ച ഇപ്പം തരാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ദൈവം എന്തായാലും എനിക്ക് ആ ദൈവത്തിൻ്റെ ആ ഒരു ബ്ലെസ്സിങ് എത്രയും പെട്ടെന്ന് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ഇങ്ങനെ അതിനിടയിലൊക്കെ നോക്കാം. ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം, കാഴ്ചയൊക്കെ കിട്ടിയിട്ട് വേണം നല്ലൊരു നോക്കാം, ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടൊന്ന് ഡെവലപ്പ് ആവണം. അങ്ങനെയുള്ള നോക്കാം, ആഗ്രഹങ്ങൾ എന്തായിട്ടും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൽ വിജയിക്കുന്നുമുണ്ട് ദൈവത്തിൻ്റെ ആ ഒരു കൃപ കൊണ്ട്. നോക്കാം, എന്തായിട്ടും എല്ലാം ദൈവാനുഗ്രഹമാണ്. അപ്പോൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളൊരിതാണ്. അപ്പോൾ എനിക്ക് ബൈജുവാട്ടിനോട് ഒന്നും പറയാനില്ല, അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല എൻജോയ് ചെയ്ത ക്ലാസ് സത്യമായിട്ട്. അപ്പോൾ അങ്ങേയറ്റം നന്ദി പറയാണ് ബൈജുവാട്ടിനോടും എല്ലാവരും. അപ്പോൾ സുരേഷാട്ടിനോടും എനിക്ക് സുരേഷാട്ടിൻ്റെ ആ ഒരു കെയറിങ് അവിടുന്ന് നല്ല രീതിയിൽ കിട്ടി. വിലാസം ചേച്ചിയും എല്ലാവരും നല്ല സപ്പോർട്ടീവായിട്ട് എനിക്ക് ഭയങ്കര ആ ഒരു സ്നേഹം നമുക്ക് ഇപ്പോഴും ഓർക്കാം. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. മുന്നോട്ടുള്ള ക്ലാസ് ഇനിയിപ്പോൾ പ്രാക്ടീസൊക്കെ ആകുമ്പോൾ ശരിയായിക്കോളും. ആരും ക്ഷമിച്ചിരിക്കുക. നല്ലൊരു ഭാവി നമുക്ക് നോക്കാം. എന്തായാലും സന്തോഷം, എല്ലാവർക്കും സന്തോഷം. കേട്ടല്ലോ പ്രജീവിന്റെ വാക്കുകൾ. ഇത് തന്നെയാണ് എനിക്ക് വലിയ അഭിമാനം എന്നുള്ളത്. ഒരുപാട് ആളുകൾ നമ്മുടെ ഇത്തരത്തിൽ ഈ ട്രെയിനിങ്ങിന്റെ ഈ പ്രചാരണം കണ്ടിട്ട് തന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് പേർ മാത്രമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമാണ് നമ്മൾ കോഴ്സ് നൽകിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാൻ ആയിക്കൊള്ളണം എന്നില്ല. കാരണം ഇതിന് നമ്മളൊരു നിശ്ചിത ഫീസ് വാങ്ങുന്നുണ്ട്. കാരണം ഇത് ആജീവനാന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് നൽകുന്ന ഒരു ട്രെയിനിങ് ആണ് എന്ന് പറഞ്ഞു. മാത്രമല്ല ഈ കോഴ്സ് എത്രത്തോളം പ്രഷ്യസ് ആണ് എന്നുള്ളത് അറിയുന്നത് കൊണ്ട് തന്നെ ഇത് ഈ എമൗണ്ട്
എമൗണ്ട്, നമ്മൾ ഈ നിശ്ചയിച്ചിട്ടുള്ള ഈ ഫീസ് തരാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. ആജീവനാന്തമായിട്ട് തന്നെ നിങ്ങളിലുള്ള ഒരു യൂട്യൂബർ ആയിക്കോട്ടെ, ഒരു വ്ളോഗർ, ഫേസ്ബുക്കിൽ വീഡിയോ ഇടുന്ന ആളായിക്കോട്ടെ, ഇനി വേണ്ട നിങ്ങൾ ആർട്ടിക്കിളുകൾ എഴുതുന്ന ആളായിക്കോട്ടെ, ഇനി ആർട്ടിക്കിളും നിങ്ങൾക്ക് എഴുതാൻ അറിയില്ല, നിങ്ങൾക്ക് ആകെ അറിയുന്നത് അവിടെ നിന്ന് ഇവിടെ നിന്നും കിട്ടുന്ന പോസ്റ്റുകളും ഫോട്ടോകളും ഒക്കെ ഷെയർ ചെയ്യുകയാണ്. ഇത്തരത്തിൽ ഒട്ടേറെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ 24 മണിക്കൂറും ചെലവഴിക്കുന്ന ആളുകളുണ്ട്. ആ മൊബൈൽ ഞോണ്ടാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് ഇതിൽ നിന്നൊരു വരുമാനം നേടിത്തരുക എന്ന് തന്നെയാണ് നമ്മുടെ ഈ കോഴ്സിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതുകൊണ്ട് പ്രഷ്യസ് ആയിട്ടുള്ള ഈ അറിവ് കിട്ടാൻ നിങ്ങൾ ഒരു ദിവസം മുടക്കാൻ തയ്യാറാണെങ്കിൽ ആ മുടക്കുന്നതിന് നിങ്ങൾക്ക് ലക്ഷം ദിവസങ്ങൾ നിങ്ങൾ പണിയെടുത്താലും കിട്ടാത്ത രീതിയിലുള്ള വലിയൊരു അറിവ് തരാൻ പറ്റുന്നു. ആ അറിവിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു വരുമാനം നേടാനാവുന്നു. അത്തരത്തിൽ സോഷ്യൽ മീഡിയ പുഴുക്കൾ എന്ന് പേര് കേട്ടുകൊണ്ട് എപ്പോഴും മൊബൈൽ ഞോണ്ടി നടക്കുന്നവനാണ് എന്ന് പേരുദോഷം നിങ്ങൾക്കുണ്ടാവാം. അത്തരത്തിലുള്ള പേരുദോഷം മാറ്റാൻ അതിലൂടെ തന്നെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ വരുമാനം കൂടി നേടുക എന്നതാകുമ്പോൾ നിങ്ങളുടെ ഒരു തൊഴിൽ മേഖല കൂടി ആവുകയാണ് അതെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് പരമാവധി ആളുകൾ വരട്ടെ. കാരണം ഇത്തരത്തിലുള്ള ട്രെയിനിങ് ലോകത്ത് ആരും നിങ്ങൾക്ക് തരില്ല എന്നുള്ളത് 100% ഉറപ്പിച്ച് പറയാനാവും. ഓൺലൈനിലൂടെയൊക്കെ 400 രൂപ 500 രൂപയൊക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങളെ വീഡിയോ അതാക്കി തരാം, നിങ്ങൾക്ക് വരുമാനം നേടുന്ന രീതിയിലേക്ക് നിങ്ങളെ ഇങ്ങനെ ആക്കി തരാം എന്നൊക്കെ ഒരുപാട് അവകാശവാദങ്ങൾ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. പക്ഷേ ഓൺലൈനിലൂടെ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് ഈ ട്രെയിനിങ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു ദിവസത്തെ ഈ ട്രെയിനിങ് 60% മാത്രമേ നിങ്ങൾക്ക് അത് കൈവരിക്കാനാവുകയുള്ളൂ എന്ന് തുറന്നു പറഞ്ഞത്. ബാക്കി 40% നിങ്ങളുടെ പ്രാക്ടിക്കൽ പരിശീലനത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് നേടാനാവുകയുള്ളൂ. ആ പ്രാക്ടിക്കൽ പരിശീലനത്തിൽ കൃത്യമായിട്ട് നിങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് അതല്ലെങ്കിൽ കൈ പിടിച്ചുയർത്തിക്കൊണ്ട് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് രണ്ട് കാഴ്ചയില്ലാത്ത പ്രജു പോലും ഈ ഒരു പരിശീലനത്തിൽ എൻ്റെ വാക്കുകൾ അതല്ലെങ്കിൽ എന്നിൽ വിശ്വാസമർപ്പിച്ച് വന്നത് എന്നുള്ളതും അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള റിസൾട്ട് എന്നുള്ളതുമൊക്കെ മാന്യ പ്രേക്ഷകർക്ക് മുൻപിൽ വെക്കുകയാണ്. അതുകൊണ്ട് സമയം വൈകേണ്ട, ഇനിയും രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഒട്ടേറെ ആളുകളുടെ സാക്ഷ്യപ്പെടുത്തലുകൾ കാട്ടിക്കൊണ്ട് ആ സാക്ഷ്യപ്പെടുത്തലുകൾ കണ്ടിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ആളുകളെ നമ്മൾക്ക് വേണ്ട. കാരണം അത് ആ സാക്ഷ്യപ്പെടുത്തുന്ന ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ട് നേടുന്ന രജിസ്ട്രേഷനുകളാണ്. അല്ലാതെ തന്നെ ജെനുവൻ ആയിട്ടുള്ള ആളുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ആ വരുന്ന ആളുകൾക്കും അതോടൊപ്പം എന്നെ ശ്രവിക്കുന്ന എല്ലാവരും ഈ പ്രജു എന്ന് പറയുന്ന ഈ യുവാവിന്റെ അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. അദ്ദേഹത്തിന് അവിടെ 2 കണ്ണും കാണാതെ ഈ കതിരൂർ എന്ന് പറയുന്ന അവിടേക്ക് ഒരുപാട് മണിക്കൂറുകൾ 1-2 മണിക്കൂർ ട്രാവൽ ചെയ്തുകൊണ്ട് തനിയെ എത്തുക, എന്നിട്ട് തന്നാലാവുന്ന രീതിയിൽ 100% പെർഫോം ചെയ്യുക. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അത് നിങ്ങൾ കേട്ടുവല്ലോ. ഇത് തന്നെയാണ് 2 കൈയും 2 കാലും 2 കണ്ണും എല്ലാ അവയവങ്ങളും ഉണ്ടായിട്ടും ഒന്നിനും ആവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മൊബൈലും ഞോണ്ടി അതല്ലെങ്കിൽ ബാത്റൂമിൽ പോകുമ്പോൾ പോലും മൊബൈൽ ഞോണ്ടി ഇരുന്നു കൊണ്ട് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും പരിഹാസത്തിന് പാത്രമായി ജീവിക്കുന്ന ഏതൊക്കെ വ്യക്തികളുണ്ടെങ്കിലും അവർക്കൊക്കെ ഈ മൊബൈൽ ഞോണ്ടലിലൂടെ 1 രൂപയെങ്കിലും സമ്പാദിക്കാനാവുക എന്നുള്ള ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. രജിസ്റ്റർ ചെയ്യുക എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.